എന്തൊക്കെയാണ് ഇന്ന് ഇന്ത്യ കാത്തിരിക്കുന്ന വിധിയുടെ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ തലങ്ങൾ? അത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ബീഹാറും എങ്ങനെ വിധി എഴുതും എന്നുള്ളതാണ് ബി.ജെ.പിക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘടകം. അതോടൊപ്പം പശ്ചിമ ബംഗാളും വലിയ തോതിൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഇവിടെ കഴിഞ്ഞ തവണ ബി.ജെ.പി തൂത്തുവാരിയെങ്കിൽ ഇത്തവണ എങ്ങനെയായിരിക്കും അത് വരിക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ 62 സീറ്റ് ബി.ജെ.പിക്ക് മാത്രം ലഭിച്ചിരുന്നു. 2 സീറ്റ് എൻ.ഡി.എയിലെ ഘടകകക്ഷിയായ അപ്നാദളിനും ലഭിച്ച ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്ന് ബി.ജെ.പി മുന്നോട്ട് പോകുമോ അതോ താഴോട്ട് വരുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായൊരു ചോദ്യം. അതായത് കഴിഞ്ഞ തവണ 62 സീറ്റ് ലഭിക്കുമ്പോൾ ബി.ജെ.പിയുടെ വോട്ട് ശതമാനം എല്ലാ സ്ഥാനാർത്ഥികൾക്കും 50% മുകളിലായിരുന്നു. അതായത് 10% വോട്ടുകൾ കുറഞ്ഞാൽ പോലും ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്ക് ഉണ്ട്. പക്ഷേ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അതിശക്തമായ തലത്തിലാണ് താഴെത്തട്ടിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം യാദവ വോട്ടുകളുടെ ആ ഒരു കോമ്പിനേഷനോടൊപ്പം തന്നെ മറ്റ് വിഭാഗക്കാരുടെ വോട്ടുകൾ കൂടി ലഭിക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് അടിതെറ്റാനുള്ള ഒരു സാധ്യത ഉത്തർപ്രദേശിലുണ്ട്. പക്ഷേ അവിടെ മറ്റ് ചില വൈകാരിക വിഷയങ്ങൾ ബി.ജെ.പി കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കൊണ്ടുവന്നിരുന്നു. ഇത്തവണ രാമക്ഷേത്രം അതിൻ്റെ നിർമ്മാണം ഒരു വലിയ ഘടകമായി തന്നെ താഴെത്തട്ടിൽ പ്രചരണത്തിന് അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയും ബീഹാറും 2 സ്വിംഗ് സ്റ്റേറ്റുകളാണ്. അല്ലെങ്കിൽ ഈ 2 സംസ്ഥാനങ്ങളിലെ എങ്ങനെയാണ് ബി.ജെ.പി പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ഘടകം. കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിലെ വലിയ തോതിൽ ഒരു നേട്ടം ബി.ജെ.പി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തവണ ശിവസേന ഉദ്ധവ് ഠാക്കറെ വിഭാഗം മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് എൻ.സി.പിയും കൂടി ചേരുമ്പോൾ മഹാവികാസ് അഘാടി ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അത് വലിയ തോതിലുള്ള വോട്ട് നേടുമെന്ന് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ബീഹാറിൽ ആർ.ജെ.ഡിയുടെ പെർഫോമൻസ്, ആർ.ജെ.ഡി ഏത് തരത്തിൽ പ്രകടനം നടത്തി എന്നുള്ളതാണ്. വളരെ ശക്തമായ പ്രകടനം തന്നെയാണ് ആർ.ജെ.ഡിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. കോൺഗ്രസും ആർ.ജെ.ഡിയും ഇടത് പാർട്ടികളുമൊക്കെ അടങ്ങുന്ന ആ സഖ്യത്തിൽ 12ഓളം സീറ്റുകൾ വരെ നേടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത്. പക്ഷേ ഈ നഷ്ടപ്പെടുന്ന ബി.ജെ.പിയുടെ സീറ്റുകൾ അവർ മറ്റു പല ഭാഗത്തു നിന്ന് നേടുന്നു എന്നുള്ളതാണ് സത്യം. അതായത് ദക്ഷിണേന്ത്യയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു ചില സംസ്ഥാനങ്ങളിൽ, അതോടൊപ്പം തന്നെ ഒഡീഷയിൽ ഉണ്ടാക്കുന്നു, ഒഡീഷയ്ക്കൊപ്പുറം പശ്ചിമ ബംഗാളിൽ ഉണ്ടാക്കുന്നു. പശ്ചിമ ബംഗാൾ ഒരു വലിയൊരു പോരാട്ട വേദിയായി മാറ്റിയിട്ടുണ്ട് ബി.ജെ.പി. സന്ദേശ് കാരിയിലെ വിഷയങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞ തവണ ലഭിച്ച 18-ൽ നിന്നും 24-ന് മുകളിലേക്ക് പോകും എന്നുള്ളൊരു വിലയിരുത്തൽ ബി.ജെ.പിക്ക് ഉള്ളിലുണ്ട്. എക്സിറ്റ് പോളുകളും സമാനമായ തരത്തിലുള്ള ചില വിശകലനങ്ങളും പ്രവചനങ്ങളും നടത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ്. വലിയ തോതിലുള്ള ഒരു പ്രതിരോധം മമതാ ബാനർജി അവിടെ ഒരുക്കിയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അവിടെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം ദുർബലമായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നത്. മുർഷിദാബാദിൽ മുഹമ്മദ് സലീം ചിലപ്പോൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഏതായാലും ഈ പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഈ 3-4 സംസ്ഥാനങ്ങളാണ്. മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ് ഉള്ള ഈ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ബി.ജെ.പിയുടെ പ്രകടനം എന്നുള്ളതാണ് ബി.ജെ.പിക്ക് അതാണ് പോയിന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടകം, ഒപ്പം ബീഹാർ, രാജസ്ഥാൻ, ഈ സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് നടക്കാൻ പോകുന്നത്? ആ ട്രെൻഡ് ഒന്ന് വന്നു തുടങ്ങിയാൽ അപ്പോഴേ അറിയാം ആര് ഭരിക്കുമെന്ന്. അതാണ് ട്രെൻഡ് സൂചിപ്പിക്കുക. ഉറപ്പല്ലേ? അതായത് ഉത്തർപ്രദേശിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബീഹാറിലും ഒരൊറ്റ സീറ്റിലേക്ക് ഒതുക്കപ്പെട്ട കോൺഗ്രസിന്റെ ആനുകാലിക രാഷ്ട്രീയം എന്നത് കിഷൻഗഞ്ച് മാത്രമാണ് നിലവിലുള്ളത്. നിലവിൽ 9 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. അതിൽ 7-ലെങ്കിലും വിജയിക്കുക എന്ന് പറയുന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. തേജസ്വി ഒരു വലിയ സൂര്യോദയമായി തന്നെ പ്രതിപക്ഷ ചേരിക്ക് മുൻപാകെ ഒരു വലിയ വെളിച്ചമായി തന്നെ വരുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന് സ്വന്തമായി എന്തു നേടാൻ കഴിയും എന്നൊരൊറ്റ ചോദ്യം. കിഷൻഗഞ്ചിൽ നിന്നുകൊണ്ട് ബീഹാറിൽ വെട്ടിപ്പിടിക്കാൻ കഴിയുന്ന പുതിയ സീറ്റുകളിലാണ് കോൺഗ്രസ് അവിടെ പ്രതീക്ഷ വെക്കുന്നത്. നമുക്കറിയാവുന്നതാണ് 2004 മുതൽ ഇങ്ങോട്ട് ആർ.ജെ.ഡിക്കും കോൺഗ്രസിനും മാത്രമാണ് അവിടെ ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ യുവ നേതാക്കൾ പലരും ബി.ജെ.പിയിലേക്ക് കുടിയേറിയതടക്കമുള്ള വെല്ലുവിളികൾ ബീഹാറിൽ കോൺഗ്രസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരിപ്പോൾ ബി.ജെ.പിയുടെ ദേശീയ വക്താക്കൾ വരെയാണ് പലരും. അങ്ങനെ ബി.ജെ.പിക്ക് വെച്ചൊടിഞ്ഞു കൊടുക്കേണ്ടി വന്ന രാഷ്ട്രീയത്തിൽ പുതിയ എന്ത് നേട്ടം നേടാൻ കഴിയും ബീഹാറിൽ കോൺഗ്രസിന് എന്ന ചോദ്യവും അവിടെയുണ്ട്.